ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025 2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
കർക്കിടകം രാശി. കർക്കിടകം രാശിയിലുള്ള നക്ഷത്രങ്ങൾ പുണർദം അവസാനത്തെ 4ാമത്തെ പാദം, പൂയം, ആയില്യം എല്ലാ പാദങ്ങളും കർക്കിടകം രാശിയിൽ തന്നെയാണ്. കർക്കിടകം രാശിക്കാർ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഒരു ദീർഘനിശ്വാസം വിടാം. കാരണം നിങ്ങളുടെ അഷ്ടമശനി എന്ന പൊസിഷനിൽ നിന്ന് ശനി 8ാമത്തെ ഭാവത്തിലായിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 2.5 വർഷമായിട്ട് കുംഭത്തിൽ. അത് മാർച്ച് 29-ാം തീയതി മീനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ 9ാം സ്ഥാനാധിപതിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2.5 വർഷം നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നിരിക്കാം. ആരോഗ്യപരമായും തൊഴിൽപരമായും നിങ്ങളുടെ കുടുംബജീവിതമായാലും പ്രത്യേകിച്ച് ആരോഗ്യപരമായി നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടായിരുന്നിരിക്കാം. അത് മാറി ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് ശനി വരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ശനി നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഇത് വളരെയധികം നന്മ ചെയ്യുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് 2.5 വർഷം ശനി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇത് വരുന്നത് ഗുരു 12ാമത്തെ രാശിയിലേക്ക് 12ാം ഭാവത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് 12ാം ഭാവം എന്ന് പറയുമ്പോൾ വിരയസ്ഥാനമാണ്. വിരയം, പ്രയാണം എന്നാ പറയുക. വിരയം എന്ന് പറഞ്ഞാൽ ചെലവുകൾ, പ്രയാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശം വിട്ട് ദേശത്തിലേക്ക് പോകാനുള്ള സമയം. അപ്പോൾ ഈ വിരയം എന്ന് പറയുമ്പോൾ ഇത് നല്ല ചെലവുകളാണ്. കല്യാണം നടക്കാനുള്ള സമയങ്ങൾ, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള സമയങ്ങൾ. ഈ സമയത്തിനൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെലവുകൾ മാറ്റിയെടുക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം. അപ്പോൾ 9ാം ഭാവത്തിലുള്ള ശനി നിങ്ങൾക്ക് കഷ്ടതകൾ മാറി ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ ഗുരു പക്ഷെ ചെലവുകൾ കൊണ്ടുവരുന്നതാണ്. രാഹു 8ാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് കുറച്ച് ക്ലേശതകൾ കൊണ്ടുവരാം. പക്ഷേ അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി 8ാം ഭാവത്തിൽ വീഴുന്നത് കാരണം അത് ന്യൂട്രലൈസ് ആയി പോവാം. അതേപോലെ തന്നെ കേതു 2ാമത്തെ രാശിയിലേക്ക് 2ാം ഭാവത്തിലേക്ക് വരികയാണ്, നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക്. അത് കാരണം കുടുംബത്തിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ധനവരവ് ചെലവ് ഒന്ന് കുറച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ലാഭസ്ഥാനത്തായാലും അതേപോലെ തന്നെ ആരോഗ്യസ്ഥാനത്തായാലും ശനിയുടെ ദൃഷ്ടി വീഴുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി 6ാം സ്ഥാനത്തേക്ക് വരുന്നത് കാരണം അതും ന്യൂട്രലൈസ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് പണവരവുണ്ടാവാം. അതേസമയം നിങ്ങളുടെ ചെലവുകളും കൂടും. അതായത് വരുന്നത് അതുപോലെ ചെലവ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ടാവും. നിങ്ങൾ വീട് മോടി പിടിപ്പിക്കാൻ, അതേപോലെ തന്നെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ്, ഇതിലൊക്കെ പണം കുറച്ച് ചെലവഴിയാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഈ സമയം മെച്ചപ്പെട്ട സമയമാണ്. കഴിഞ്ഞ ഒരു 2.5 വർഷത്തേക്കാളും മെച്ചപ്പെട്ട സമയമാണ്. അതേസമയം നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ട കാര്യമാണ്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കർക്കിടകം രാശിക്കാർ നെക്സ്റ്റ് ഒരു വർഷം പോസിറ്റീവായിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വളരെയധികം നന്മകൾ വന്നു ചേരുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ എന്ന് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും ജനന സ്ഥലവും എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞാൻ ജാതകം പ്രകാരം കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ കൃത്യമായ മാർഗരേഖ നിങ്ങൾക്ക് തരുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.